വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണ് ഇപ്പൊ ആദില ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെങ്കൊച്ചിന് ഇത് എന്ത് പറ്റിയെന്നാവും. ഈ പറയുന്ന ബി ഹോട്ടൽ ടാസ്ക് വന്നേ പിന്നെ പുള്ളിക്കാരത്തിന്റെ കിളി ആകെ മൊത്തം പോയതാണ്. എന്ത് ചെയ്യണോന്നറിയില്ല, എന്ത് പറയണോന്നറിയില്ല. കൂടെ ഉണ്ടായിരുന്ന കുറെ പേരുടെ സപ്പോർട്ട് ഇപ്പൊ പോയി കിട്ടുകയും ചെയ്ത്. രാത്രി 1:30 മണിക്കും 2:30 മണിക്കൊക്കെ കണ്ടസ്റ്റൻസ് ഉറങ്ങുന്ന സമയത്ത് ഡീപ്ലി എല്ലാവരും നല്ലപോലെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന ഫേഷ്യൽ ക്രീമും ഷേവിംഗ് ലോഷനൊക്കെ കൊണ്ടുവന്ന് കണ്ടസ്റ്റൻസിന്റെ മുഖത്തൊക്കെ തേച്ച് വെക്കുന്നത്. അനീഷും അക്ബറൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ മുഖത്തൊക്കെ കൊണ്ടുപോയി ഈ പറയുന്ന ഫേസ് ക്രീമും ഷേവിംഗ് ലോഷനും ഷേവിംഗ് ക്രീമൊക്കെ എടുത്ത് ആകെ മൊത്തം പെരട്ടി വെക്കുന്നു. ആദില കിടന്ന് ഉറങ്ങുമ്പോഴാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് വന്ന് ഈ പരിപാടി കാണിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതും കാണിക്കുന്ന സമയം നോക്കണം. രാത്രി 1:30 മണിക്കും 2:30 മണിക്കും 3 മണിക്കൊക്കെ അവർ നല്ലപോലെ കിടന്നുറങ്ങുന്ന സമയത്ത്. ഇതിപ്പോ അനീഷും അക്ബറൊക്കെ പോയി ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു 10 മണിക്കൊക്കെയാണ് ഈ പറയുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഫണ്ണായിട്ട് വേണമെങ്കിൽ അതിനെടുക്കാം, വേണമെങ്കിൽ എടുക്കാം. ഷാനവാസിന്റെ മുഖത്തും ഈ പറയുന്ന സാധനങ്ങളൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ആദില കിടന്നുറങ്ങുമ്പോഴാണ് ഇതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഈ പുകില് നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ചെടുക്കാൻ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ 52 ദിവസമായിട്ടുള്ളൂ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ആദിലയുടെ ഉറക്കം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പരിപാടികൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് മിണ്ടാനായിട്ട് പറ്റും. ഈ 1:30ക്കും 2 മണിക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇവരുടെ മുഖത്ത് ഈ പറയുന്ന ഷേവിംഗ് ലോഷനും ഫേസ് ക്രീമൊക്കെ എടുത്ത് തേച്ച് അവരുടെ ഉറക്കം ഇല്ലാതാക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ പിന്നീട് എപ്പോഴെങ്കിലും മറ്റൊരു സാഹചര്യത്തിൽ ആദിലയുടെ ഉറക്കം ഇതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഇല്ലാതാക്കുന്ന സമയത്ത് ആദിലൊക്കെ അവിടെ മിണ്ടാനായിട്ട് ഒരു വോയിസ് ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തുള്ളൊരു പോസിബിലിറ്റിയും കൂടി നമ്മൾ നോക്കണം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതെങ്ങനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ഇതൊക്കെ ഫണ്ണായിട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷെ ഫണ്ണായിട്ട് എടുക്കാത്ത വ്യക്തികളുണ്ട്. ഈ പറയുന്ന ഫേസ് ക്രീമൊക്കെ കൊണ്ടുപോയി മുഖത്ത് തേച്ച് വെച്ച് അവരുടെ മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊന്തി വന്ന് അതിനുശേഷം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സീസൺ 5 ഈ പറയുന്ന നമ്മുടെ റിനോഷൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയത്. അതും രാത്രി കിടന്ന് അവർ നല്ലപോലെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത്. ഇത് രാവിലെ ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഒരു 10 മണിക്കോ 9 മണിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവരത് വിട്ടുകളയും. ഇവർ ഭയങ്കരമായിട്ട് പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്ന ആളുകളുടെ മേത്ത് ചെയ്യുന്നുണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അത് അത്ര ഫണ്ണായിട്ട് എടുക്കണമെന്നില്ല. ഇത് കാണുന്നവരും ചിലപ്പോൾ അത്ര ഫണ്ണായിട്ട് അത് എടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കോണ്ടന്റ് ആക്കി ഇപ്പം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും. ഇതിൻ്റെ പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ള സപ്പോർട്ടും കൂടി പോവും. അടുത്ത നോമിനേഷൻ ലിസ്റ്റിൽ പുള്ളിക്കാരത്തി ഉണ്ട്. വോട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്നും ഏകദേശം കുറ്റിതെറിച്ച് പുറത്തു പോകാനായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം 100 കൂടി ഉണ്ടാവില്ല പുറത്തേക്ക് പോകുമ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്